ഈ TNT, ട്രൈ നൈട്രോടൊളൂവിൻ എന്നതിന്റെ ചുരുക്കപ്പേരാണിത്. ഈ പദാർത്ഥത്തിന്റെ 1 ഗ്രാമിന്റെ സ്ഫോടനശേഷിയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് വ്യത്യസ്ത സ്ഫോടന സാമഗ്രികളുടെ വിസ്ഫോടനശേഷി അളക്കുന്നത്. 1 മെഗാടൺ TNTക്ക് തുല്യം സ്ഫോടകശേഷിയുള്ള വെടിമരുന്ന് കൊണ്ടുപോകുന്നതിന് 400 കിലോമീറ്റർ നീളമുള്ള തീവണ്ടി വേണ്ടിവരും. ഏറ്റവും ചെറിയ അണുബോംബിൽ നിന്ന് പോലും കോടിക്കണക്കിന് ഗ്രാം TNTക്ക് തുല്യം ഊർജം ന്യൂക്ലിയർ ഫിഷൻ വഴി ഉത്സർജിക്കുന്നു. ന്യൂക്ലിയർ ഫിഷന് യുറേനിയം 235, പ്ലൂട്ടോണിയം 239 തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ മൂലകങ്ങളുടെ ഏതെങ്കിലും ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂട്രോണിനെ ഉയർന്ന ഊർജം പ്രയോഗിച്ച് വേർപെടുത്താൻ കഴിഞ്ഞാൽ പ്രസ്തുത ന്യൂട്രോൺ മറ്റ് ആറ്റങ്ങളിലെ ന്യൂട്രോണുകളിൽ ചെന്നിടിക്കുകയും അങ്ങനെ അനിയന്ത്രിതമായ ഒരു ശൃംഖലാ പ്രവർത്തനം, ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ശൃംഖലാ പ്രവർത്തനമാണ് അണുബോംബ് വിസ്ഫോടനത്തിന് ആധാരമായി വർത്തിക്കുന്നത്. ഹൈഡ്രജൻ ബോംബുകളിൽ അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷന്റെ തത്വമാണ് പ്രയോജനപ്പെടുത്തുന്നത്. സാധാരണ ഹൈഡ്രജൻ ബോംബുകളിൽ ഹൈഡ്രജന്റെ 2 ഐസോട്ടോപ്പുകൾ ഡ്യൂറ്റീരിയവും ട്രീറ്റിയവും തമ്മിൽ സംയോജിച്ച് ഹീലിയം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയ തുടങ്ങിവെക്കുന്നതിന് വളരെ വളരെ ഉയർന്ന താപനില ആവശ്യമാണ്. ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ചാണ് ഈ ഉയർന്ന താപനില കൈവരിക്കുന്നത്. ഒരിക്കൽ ന്യൂക്ലിയർ ഫിഷൻ വഴി ഉയർന്ന താപനില കൈവരിച്ചു കഴിഞ്ഞാൽ അണുസംയോജന പ്രക്രിയ അഥവാ ഫ്യൂഷൻ ആരംഭിക്കുകയായി. വളരെ വലിയ തോതിൽ ഊർജോത്സർജനം നടത്താനും സ്ഫോടനശേഷി കൈവരിക്കാനും ഈ പ്രക്രിയ വഴി കഴിയുന്നു. നമ്മുടെ സുന്ദരമായ ഈ ഒരേ ഒരു ഭൂമിയിൽ 20,000 ടൺ മെഗാടൺ TNTക്ക് തുല്യമായ അണുവിസ്ഫോടന സാമഗ്രികളാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും മുതുകത്ത് 4 കിലോഗ്രാം TNTയാണ് കയറ്റി വച്ചിരിക്കുന്നത്. 1945-നും ഇന്നത്തെ കാലത്തിനുമിടയിൽ ഭൂമിയിലെ ജനസംഖ്യ ഏതാണ്ട് 2 മടങ്ങാണ് വർദ്ധിച്ചത്. പക്ഷേ ഇതേ കാലഘട്ടത്തിൽ ഭൂമുഖത്തുള്ള അണുബോംബുകളുടെ വിസ്ഫോടന ശേഷി 50,000 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഉദ്ദേശം 600 വർഷങ്ങൾക്ക് മുമ്പാണ് വെടിമരുന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. ഇന്ന് ആണവശക്തികളുടെ ശേഖരത്തിലുള്ള 1-2 ചെറു ബോംബുകൾ പൊട്ടിച്ചാൽ ഉത്സർജിക്കപ്പെടുന്ന സ്ഫോടനശേഷി കഴിഞ്ഞ 600 വർഷത്തിനിടയിൽ ലോകത്തെമ്പാടുമായി ഉപയോഗിച്ചിട്ടുള്ള വെടിമരുന്നിന്റെ വിസ്ഫോടനശേഷിയേക്കാൾ കൂടുതലായിരിക്കും. ഞെട്ടിപ്പിക്കുന്ന എത്രയെത്ര കണക്കുകൾ. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും വിനാശത്തിന്റെ ആ കറുത്ത പാതയിലൂടെ നാം അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. അണുബോംബ് 1945, അന്തർ വൻകര ബോംബർ 1948, ഹൈഡ്രജൻ ബോംബ് 1951, അന്തർ വൻകര ബാലിസ്റ്റിക് മിസൈൽ 1957, അന്തർവാഹിനി മിസൈലുകൾ 1960, MRV 1964, MIRV 1968, ദീർഘദൂര ക്രൂസ് മിസൈൽ 1976, ന്യൂട്രോൺ ബോംബ് 1981. ഒരിക്കൽ ജീവന്റെ ആദ്യ കണങ്ങൾ സ്ഫുരണം ചെയ്തത് സമുദ്രത്തിലാണ്. ഇന്ന് അതേ സമുദ്രത്തിലൂടെ മരണവാഹികളായ അനേകം കപ്പലുകൾ അവിരാമം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാഭ്രാന്ത് സമുദ്രത്തിൽ മാത്രമല്ല, ആകാശത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശത്തിൽ പരീക്ഷണശാലകൾ ഉയരുന്നു. ലേസർ സംവിധാനങ്ങൾ ഘടിപ്പിക്കപ്പെടുന്നു. മിസൈലുകൾ ഘടിപ്പിച്ച റോക്കറ്റുകൾ ഭ്രമണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഈ അധുനാധുന മൃത്യുതന്ത്രങ്ങളെല്ലാം കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണത്തിലായിരിക്കും. കമ്പ്യൂട്ടറുകൾക്ക് തെറ്റുപറ്റാം. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ മിസൈലുകൾ എന്നവ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിന് അവ വഴിയൊരുക്കിയേക്കാം. കമ്പ്യൂട്ടറുകൾക്ക് പറ്റാവുന്ന ചെറിയൊരു വീഴ്ചയാണിത്. ഇതിനേക്കാൾ ഗുരുതരമായ വീഴ്ചകൾ അവയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും അത് നയിക്കുക. അണുബോംബ് സ്ഫോടനം നടക്കുന്നതോടൊപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ചുറ്റും പരക്കുന്നു. അതോടൊപ്പം ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരം വരേക്കും അത്യന്തം ഹാനികരമായ അണുവികിരണം, റേഡിയേഷൻ വ്യാപിക്കുന്നു. തൊട്ടടുത്തുള്ള അന്തരീക്ഷത്തിന്റെ താപനില പൊടുന്നനെ ഉയർന്ന് 1 കോടി ഡിഗ്രി സെൽഷ്യസ് വരെ ചെന്നെത്തുന്നു. ഇത് ഏതാണ്ട് സൂര്യനിലെ താപനിലയ്ക്ക് തുല്യമാണ്. ഈ ഭീകരോഷ്ണത്തിൽ സ്ഫോടന സ്ഥാനത്തിനടുത്തുള്ള സർവ്വജീവജാലങ്ങളും ചാമ്പലാകുന്നു. സ്ഫോടന സ്ഥാനത്തിന് ചുറ്റും 2-2.25 കിലോമീറ്റർ ചുറ്റളവിലുള്ള വായുമണ്ഡലം ഒരു പടുകൂറ്റൻ അഗ്നിഗോളമായി രൂപം പ്രാപിക്കുന്നു. ബോംബ് സ്ഫോടനത്തിൽ നിന്ന് ഉത്സർജിക്കുന്ന ഊർജം സെക്കൻഡിൽ 320 മീറ്റർ വേഗത്തിൽ വിസ്ഫോടന തരംഗങ്ങളുടെ രൂപത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. സ്ഫോടനം മൂലം അതിതപ്തമായി തീർന്ന വായു അഗ്നിഗോള രൂപം പൂണ്ട് മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു തുടങ്ങുന്നു. സ്ഫോടന സമയത്ത് വായുവിൽ മണ്ണും പൊടിപടലങ്ങളും ഒക്കെ കൂടിക്കലരുന്നതിനാൽ അഗ്നിഗോളം പതുക്കെ പതുക്കെ ചെറുതായി തുടങ്ങും. തീഗോളം ഉയർന്നു പോകുന്നിടത്ത് ശൂന്യത രൂപം കൊള്ളുകയും
പ്രസ്തുത ശൂന്യതയിലേക്ക് പുതിയ വായു തള്ളിക്കയറുകയും ചെയ്യുന്നു. ഇതുമൂലമാണ് സ്ഫോടനത്തിന് ശേഷം ഭീമാകാരമായ കൂൺ മേഘം, മഷ്റൂം ക്ലൗഡ് രൂപം കൊള്ളുന്നത്. അപകടകരമായ ആണവ വികിരണം നടത്തുന്ന ഈ കൂൺ മേഘം വായുവിൽ ഏതാണ്ട് 24 കിലോമീറ്റർ വരെ, എവറസ്റ്റ് കൊടുമുടിയുടെ 3 മടങ്ങ് ഉയരം വരെ ഉയർന്നു വ്യാപിക്കുന്നു. ക്രമേണ ഈ മേഘപടലം താഴോട്ടിറങ്ങി വന്ന് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയിൽ ചുറ്റും വ്യാപിക്കുകയും അവിടങ്ങളിലുള്ള ജീവജാലങ്ങളെ പതുക്കെ പതുക്കെ സർവനാശത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളുടെ ഒരു ദിവസത്തെ ചെലവിനുള്ള പണമുണ്ടെങ്കിൽ ഈ ലോകത്തു നിന്നും മലമ്പനി എന്നേക്കുമായി തുടച്ചു മാറ്റാം. ഒരു ആധുനിക യുദ്ധ ടാങ്കിന്റെ വില കൊണ്ട് 1,00,000 മനുഷ്യർക്ക് 8 ദിവസം ആഹാരം നൽകാനാകും. ഒരു ടാങ്കിന്റെ വിലയുണ്ടെങ്കിൽ 30,000 കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി 500 വിദ്യാലയങ്ങൾ ഉണ്ടാക്കാം. ഒരു ആധുനിക യുദ്ധവിമാനത്തിന് ചെലവാക്കുന്ന തുകയുണ്ടെങ്കിൽ 40,000 ഗ്രാമങ്ങളിൽ പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്താം. The Trident submarine under construction is capable of launching 192 nuclear warheads, each equivalent to 35 Hiroshima bombs. ഒരു അണുവാഹിനി മുങ്ങിക്കപ്പലിന്റെ വില കൊണ്ട് 23 വികസ്വര രാജ്യങ്ങളിലെ 1,60,00,000 കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാം. ലോകത്ത് മൊത്തമുള്ള ശാസ്ത്രജ്ഞന്മാരിൽ 20% പേർ കേവലം പരസ്പര വിനാശത്തിനുള്ള ആയുധങ്ങളെക്കുറിച്ച് മാത്രം ഗവേഷണം നടത്തുന്നവരാണ്. ഈ മാരകവും ഭ്രാന്തവുമായ ആയുധ പന്തയത്തിനെതിരെ, ശാസ്ത്രത്തിന്റെ ദുരുപയോഗത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആറ്റം ബോംബിന് രൂപം നൽകിയ മാൻഹാറ്റൻ പ്രോജക്റ്റിലെ ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ആദ്യ ബോംബ് നിർമ്മിക്കപ്പെടും മുമ്പ് തന്നെ ശക്തമായ എതിർപ്പുയരുകയുണ്ടായി. ഒന്നാമത്തെ അണുബോംബ് വിസ്ഫോടനം മുതൽ ഇന്നുവരെ അണ്വായുധങ്ങൾക്കെതിരെ അനേക ലക്ഷം പേർ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഹിരോഷിമയിൽ അണുബോംബ് വിസ്ഫോടനത്തിൽ ചാമ്പലായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മയ്ക്കായി പണിതുയർത്തിയ സ്മാരകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇല്ല, ഈ കടുത്ത കുറ്റം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ വാക്കുകൾ നമുക്ക് പാലിക്കാനാവുമോ? സുഹൃത്തുക്കളെ, കഴിഞ്ഞ 20 മിനിറ്റ് നേരമായി നിങ്ങൾ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭൂമി ഏതാണ്ട് 36,000 കിലോമീറ്റർ ദൂരം ഭ്രമണം ചെയ്തു കഴിഞ്ഞു. ഈ യാത്ര തുടരാനാവുമോ? നിങ്ങളാണ് അത് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ ഓർമ്മിക്കുക, നാളെയാവുകിൽ ഏറെ വൈകിടും. Thank you.